ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് താനെടുത്ത ആ പർച്ചേസിങ് ഡിസിഷൻ്റെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള റിഗ്രറ്റ് അഥവാ ആ പർച്ചേസിങ് ഡിസിഷൻ തെറ്റായി പോയി എന്നോ അതല്ലെങ്കിൽ ഇതിലും നല്ല ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള തോന്നലിനെയാണ് ബയ്യർ റിമോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായും ഇത്തരം തോന്നലുകൾ സാധാരണയായി കണ്ടുവരാറുള്ളത് പ്രീമിയം പ്രോഡക്റ്റ് അഥവാ നമ്മുടെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യുന്ന ബയേഴ്സിനിടയിലാണ് ഇത്തരത്തിൽ ബയേഴ്സ് റിമോഴ്സുകൾ കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അവരുടെ പ്രോഡക്റ്റിന് മുകളിലുള്ള ഇത്തരത്തിലുള്ള ബയേഴ്സ് റിമോഴ്സുകളുടെ ഒരു ഇമ്പാക്റ്റ് മാക്സിമം കഴിയുന്ന രീതിയിൽ കുറച്ചു കൊണ്ടുവരൽ ആവശ്യമാണ്. ഇത് നമ്മുടെ സൈക്കോളജിക്കൽ തിയറി ആയിട്ടുള്ള ഡിസോണൻസ് പ്രിൻസിപ്പിളുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഡിസോണൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളെടുത്ത ഒരു തീരുമാനത്തിന് മുകളിൽ നമ്മളുടെ മനസ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതെ വരുന്നൊരവസ്ഥയാണ് നമ്മൾ ഡിസോണൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബയേഴ്സ് റിമോഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തു, ആ ചൂസ് ചെയ്ത ഡിസിഷൻ്റെ മുകളിൽ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് പരിഹരിക്കൽ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഒരു കമ്പനി ഇതിനു വേണ്ടിയിട്ട് ചില സ്റ്റെപ്സുകൾ അവരുടെ മുൻകരുതലായിട്ട് എടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ബയേഴ്സ് റിമോഴ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് എടുക്കാൻ കഴിയുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിനി പരിശോധിക്കാം. അതിൽ ഒന്നാമതായി വരുന്നത് സെറ്റ് എ ക്ലിയർ എക്സ്പെക്റ്റേഷൻ ബിഫോർ പർച്ചേസ്. അഥവാ ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുൻപ് ആ പ്രോഡക്റ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുമെന്നുള്ളതിൻ്റെ സാമ്പിളോ ഡെമോയോ വെർച്വൽ ട്രൈയോ ഈ ഒരു കസ്റ്റമറിന് നമ്മൾ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ ആ വ്യക്തിക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ഒരു പരിധിവരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് റീഇൻഫോഴ്സ് വാല്യൂ പോസ്റ്റ് പർച്ചേസ് എന്നുള്ളതാണ്. അതായത് ഈ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ യുണീക്ക് ക്യാരക്ടർ, യുണീക്ക് നേച്ചർ കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സപ്പോസ് അത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കും, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്, അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് റീസൈക്കിൾ വാല്യൂ, റീയൂസ് വാല്യൂ ഉണ്ട് എന്നുള്ള തരത്തിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ USP അഥവാ ആ ഒരു പ്രോഡക്റ്റിൻ്റെ യുണീക്നെസ് കസ്റ്റമറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ബയർ റിമോഴ്സസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തേർഡ് പോയിന്റ് ഓഫർ ഫ്ലെക്സിബിൾ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി. അഥവാ കമ്പനി കസ്റ്റമേഴ്സ് അവരുടെ പ്രോഡക്റ്റുകൾ അവർ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാൻ കസ്റ്റമേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ അതിനുള്ള ഒരു വേ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് കമ്പനീനെ സംബന്ധിച്ച് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. നാലാമതായിട്ട് പ്രൊവൈഡ് കസ്റ്റമർ എക്സെപ്ഷണൽ സർവീസ് സപ്പോർട്ട്. കസ്റ്റമേഴ്സിന് 24/7 അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു മെക്കാനിസം, കസ്റ്റമർ ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കലും ഇത്തരത്തിലുള്ള കസ്റ്റമർ ബയർ റിമോഴ്സസുകൾ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ലിവറേജ് സോഷ്യൽ പ്രൂഫ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് യൂസ് ചെയ്ത ആളുകളുടെ ഫീഡ്ബാക്കുകൾ, അവരുടെ റിവ്യൂസ്, അവരുടെ യൂസ് ചെയ്യുന്ന വീഡിയോസ്, അതല്ലെങ്കിൽ അവരുടെ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം നമ്മളുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും ഷോ ചെയ്യുക, അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു സ്ട്രാറ്റജി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരം പ്രോഡക്റ്റുകൾ ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് ഷോക്കിൽ നിന്നും കസ്റ്റമേഴ്സിനെ റിക്കവർ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ EMI ആയിട്ടോ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈസ് വേരിയേഷൻസ് വലിയ അളവിൽ ഈ പ്രോഡക്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവരാതിരിക്കലും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ബയർ റിമോഴ്സസുകൾ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എൻഹാൻസ് പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് എന്നതാണ് നമ്മുടെ ബയേഴ്സ് റിമോഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള അവസാന സ്ട്രാറ്റജി. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കമ്പനി തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഫ്രീ ഗിഫ്റ്റ്, കൂപ്പൺസ്, ലോയൽറ്റി പ്രോഗ്രാംസുകൾ, ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് അഥവാ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളും കൂടെ ഇതിൻ്റെ കൂടെ അഡോപ്റ്റ് ചെയ്യുന്നത് ബയേഴ്സ് റിമോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായകരമാവും എന്നുള്ളതാണ് പറയുന്നത്.
ഇത്തരത്തിലുള്ള ബയേഴ്സ് റിമോഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്നും ഇതിൻ്റെ കോമ്പിനേഷനുകളോ നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കമ്പനികൾക്കോ ചൂസ് ചെയ്യാവുന്നതാണ്.